ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മൈ മെൻ്റർ PSCയിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടു മുമ്പിൽ വന്നു നിൽക്കുന്ന കുറേ പരീക്ഷകളുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകളും +2 ലെവൽ പരീക്ഷകളും ഉൾപ്പെട്ട നിരവധി പരീക്ഷകൾ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അത് വിജയകരമായി ആ പരീക്ഷ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും സഹായകരമായ രീതിയിൽ ആണ് ഇപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. മോഡൽ ചോദ്യങ്ങളും അതുപോലെയുള്ള പ്രീവിയസ് ചോദ്യങ്ങളും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വിശകലനം നടത്തുന്ന പരമ്പര നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നായ ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ, അവയുടെ ഓപ്ഷൻ ഉൾപ്പെടെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും എന്ന് പറഞ്ഞ ഒരു ഏരിയ നമ്മൾ ഇതിനു മുമ്പ് വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളുടെ വിശകലനമാണ്. ഇത് ഭരണഘടനാ ഭേദഗതികൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ. തുടക്കമേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യമാണ്. നോക്കാം നമുക്ക്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരി പ്രസ്താവന അഥവാ പ്രസ്താവനകളേവ. ഒന്ന്, ബില്ല് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ശരിയോ തെറ്റോ? ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെ? ചോദ്യം OMR ആയിട്ടും ചോദിക്കാം. എവിടെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യമായി അവതരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു സഭയിലാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇവിടെ പറയുന്നത് ലോകസഭയിലാണ് അവതരിപ്പിക്കേണ്ടതെന്നല്ലേ പറയുന്നത്? തെറ്റല്ലേ? ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. നമുക്ക് വേണ്ടത്, നമ്മുടെ കീവേഡ് എന്താണ്? ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. അപ്പോൾ നമുക്ക് ഇത് ശരിയായ പ്രസ്താവന അല്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ബില്ല് അവതരണത്തിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇതും OMR ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം വേണമെങ്കിലും. അതായത് OMR ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത. ബില്ല് അവതരണത്തിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണോ? അല്ലേ? അല്ല. അപ്പോൾ ഈ പ്രസ്താവനയും തെറ്റല്ലേ? തെറ്റ് തന്നെയാണ്. അതായത് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരണത്തിനായിട്ട് രാഷ്ട്രപതിയുടെ അനുമതിയൊന്നും ആവശ്യമില്ല. അടുത്ത പോയിന്റ് നോക്കൂ. സംയുക്ത സമ്മേളനം ബാധകമല്ല. ഭരണഘടനാ ഭേദഗതി ബില്ലിന് സംയുക്ത സമ്മേളനം ബാധകമല്ല. അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. അതെങ്ങനെയാണ്? സംയുക്ത സമ്മേളനം വഴി ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാൻ പറ്റുമോ? ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കേണ്ടത് എങ്ങനെയാണ്? പാർലമെന്റിലെ ഓരോ സഭയും 2/3 ഭൂരിപക്ഷത്തിൽ തന്നെ പാസ്സാക്കണം. അപ്പോൾ പിന്നെ ഒരു സഭ 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയില്ല എന്ന് പറഞ്ഞ് ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് കറക്റ്റ് പോയിൻ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. ബില്ല് എന്ന് പറഞ്ഞാൽ പാസ്സാക്കിയ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരവും കൂടെ കിട്ടുമ്പോഴേ അത് നിയമമായി മാറുകയുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത്. കറക്റ്റ് ശരി പ്രസ്താവനയാണ്. അപ്പം 3ഉം 4ഉമാണ് ഇവിടെ ഓപ്ഷൻ. അങ്ങനെ വല്ലതും ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. C ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഓർക്കണം. ഇവിടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞല്ലോ. നമുക്കിനി ഒറ്റ സ്റ്റെപ്പിൽ ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ ഒന്ന് മനസ്സിലിട്ടേക്കൂ നിങ്ങൾ. ഞാൻ ഓർഡറായി പറയാം. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, OMR ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്? ശ്രദ്ധിച്ച് കേട്ടോളൂ ഞാൻ പറയുന്ന പോയിന്റുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഇൻ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, അങ്ങനെ തന്നെ പറയണം.
ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ബില്ല് അവതരിപ്പിക്കുന്നത് ആരാണ്? ഇതാ വരുന്ന ഒരു OMR ചോദ്യം. ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതാര്? അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ തന്നെ ചോദിക്കും, ഒരു മന്ത്രിക്ക് മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തെറ്റ്. മന്ത്രിക്കോ ഒരു സ്വകാര്യ അംഗത്തിനോ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാം. ഭേദഗതി ബില്ല് ഒരു മന്ത്രിക്ക് മാത്രമല്ല, ഏതെങ്കിലും ഒരു MP-ക്കും അവതരിപ്പിക്കാം. ആർക്കാണോ അവതരിപ്പിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം, ഏതെങ്കിലും ഒരു അംഗത്തിനോ മന്ത്രിക്കോ അവതരിപ്പിക്കാം. അവതരണത്തിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ആ പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലേ? ബില്ലിന് രാഷ്ട്രപതിയുടെ ഇതാണ് ബില്ല് അവതരണത്തിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇനി അവതരിപ്പിച്ച് കഴിഞ്ഞാലോ പാർലമെന്റിലെ ഇരു സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കണം. സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സിമ്പിൾ മെജോറിറ്റി പോരാ, കേവല ഭൂരിപക്ഷം പോരാ. 3/2 ഭൂരിപക്ഷത്തിൽ ഓരോ സഭയും ബില്ല് പാസ്സാക്കണം. അവിടെയാണ് ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് സംയുക്ത സമ്മേളനം ബാധകമല്ല. എവിടെയാണ് സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? അത് സാധാരണ ഓർഡിനറി ബില്ലിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു ബില്ല് ഒരു സഭ പാസ്സാക്കി അടുത്ത സഭ അത് പാസ്സാക്കിയില്ല എങ്കിൽ രാഷ്ട്രപതിക്ക് സംയുക്ത സമ്മേളനം വിളിക്കാം ഭരണഘടനയുടെ 108-ാം വകുപ്പ് പ്രകാരം. അപ്പോൾ എന്താണ് സംയുക്ത സമ്മേളനത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു റിസോൾവ് എ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഓവർ ദി പാസേജ് ഓഫ് എ ബിൽ. ഒരു ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രപതി 108-ാം വകുപ്പ് പ്രകാരം എന്ത് വിളിക്കുന്നത്? സംയുക്ത സമ്മേളനം വിളിക്കുന്നത്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ അത് സാധ്യമാണോ? അല്ലേ അല്ല. എന്തുകൊണ്ട്? അവിടെ ഏതെങ്കിലും ഒരു സഭയിൽ പാസ്സായില്ലെങ്കിൽ പാസ്സായില്ല തന്നെയാണ്. 3/2 ഭൂരിപക്ഷം 2 സഭയിലും വേണം. അപ്പൊ സംയുക്ത സമ്മേളനം ബാധകമല്ല. ഇനി പാസ്സാക്കി കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ 2 സഭകളും പാസ്സാക്കി രാഷ്ട്രപതിയുടെ മുമ്പിൽ ഒരു ബില്ല് അംഗീകാരത്തിനായി വരികയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. ഇറ്റ് മെയ്ഡ് ഇറ്റ് ഓബ്ലിഗേറ്ററി ഫോർ ദി പ്രസിഡന്റ് ടു ഗീവ് ഹിസ് അസെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്. രാഷ്ട്രപതിക്ക് ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല ഭേദഗതി ബില്ല്. കാരണം ഓരോ സഭയും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കി രാഷ്ട്രപതിയുടെ മുമ്പിൽ അംഗീകാരത്തിനായി കൊണ്ടുവന്ന ബില്ലാണ്. രാഷ്ട്രപതി അത് അംഗീകരിച്ചിരിക്കണം. അപ്പോഴൊരു ഭേദഗതിയും കൂടെ പഠിക്കുക നിങ്ങൾ. ഒരു ഭരണഘടനാ ഭേദഗതിയും കൂടെ അവിടെ നിർബന്ധമായിട്ട് ഓർക്കണം. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് അമെൻമെൻറ്റ് ആക്ട് മെയ്ഡ് ഇറ്റ് ഓബ്ലിഗേറ്ററി ഫോർ ദി പ്രസിഡന്റ് ടു ഗീവ് ഹിസ് അസെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ എന്ന് ചോദിച്ചാൽ നിർബന്ധമായി നിങ്ങൾ പഠിക്കുക. 24-ാം ഭേദഗതി 1971. 24-ാം ഭേദഗതി 1971. 74-ലെ 24-ാം ഭേദഗതിയിലൂടെയാണ് ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. ഏത് ബില്ലിന്റെ കാര്യത്തിൽ? ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ. സാധാരണ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഒരു ബില്ല് അംഗീകാരത്തിനായി വന്നാൽ രാഷ്ട്രപതിക്ക് 3 ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഹി മേ ഗീവ് ഹിസ് അസെന്റ്, ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഹി മേ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ. അംഗീകാരം കൊടുക്കാം, കൊടുക്കാതിരിക്കാം, പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. അതൊക്കെ ഓർഡിനറി ബില്ലിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വീറ്റോ പവർ ഉപയോഗിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല. 24-ാം ഭേദഗതി 71-ൽ പറയുന്നു, 1971-ൽ പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയും കൂടെ ഞാൻ പറഞ്ഞു. ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമങ്ങൾ കൂടി ഞാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 3ഉം 4ഉമാണ് ശരി പ്രസ്താവന. സംയുക്ത സമ്മേളനം ബാധകമല്ല. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. പാസ്സായി കഴിഞ്ഞ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം.
എന്താണ് നെക്സ്റ്റ് ചോദ്യം എന്ന് നമുക്ക് പരിശോധിക്കാം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഒരു 3-4 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 3-4 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ഇതിലേക്ക് വരാം. നിങ്ങൾ ഇത്രയും ഓർക്കുള്ളൂ, ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗമാണ് ഞാൻ ചോദിക്കുന്നത്. ഭാഗം 20. ഇന്ത്യൻ ഭരണഘടനയിലെ 20ാം ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഭാഗം കിട്ടിയില്ലേ? ഇനി ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? 368 പ്രകാരമല്ലേ? ആർട്ടിക്കിൾ 368 പ്രകാരമല്ലേ? ആ പോയിന്റും കിട്ടിയില്ലേ? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം എന്നാണ്? ഒന്നാം ഭേദഗതി 1951 അപ്പോൾ അതും കിട്ടിയില്ലേ? ഇനി നോക്കൂ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അതും കിട്ടിയില്ലേ? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമാർക്കാണ്? അത് പാർലമെന്റിനല്ലേ? പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് എത്ര മാർഗങ്ങളുണ്ട്? 3 മാർഗങ്ങളല്ലേ? പാർലമെന്റിലെ ഇരുസഭകളിലെയും കേവല ഭൂരിപക്ഷം, പാർലമെന്റിലെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം, പാർലമെന്റിലെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ പകുതി പിന്തുണയും 3ാമത്തെ മാർഗം. ഇതൊക്കെ നിങ്ങൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിർബന്ധമായും നിങ്ങൾ അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പം ഞാനിപ്പോൾ ഒരു 4-5 ചോദ്യങ്ങൾ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞു. 1 മാർക്ക് അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉറപ്പ് നിങ്ങളതുകൊണ്ട് ഒന്ന് തറപ്പിച്ച് പഠിച്ചോളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 20ാം ഭാഗം. 20 റോമൻ ലെറ്ററിൽ എഴുതി നിൽക്കുന്നത് കണ്ടോ? 20 പലർക്കും അറിയില്ലല്ലേ, 2 തെറ്റെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയരുത്. 20ാം ഭാഗത്താണ് ഭരണഘടനാ ഭേദഗതി ഭാഗം കിട്ടി. ഇനി ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതിയ വർഷം 1951. ഇത് എവിടെ നിന്ന് കടം വാങ്ങി? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം വാങ്ങി. പാർലമെൻറ്റാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. 3 മാർഗങ്ങളിലൂടെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അതിലെ 2 മാർഗങ്ങൾ മാത്രമേ ഈ ആർട്ടിക്കിളിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. കേവല ഭൂരിപക്ഷത്തോടുകൂടി ഭേദഗതി ചെയ്യുന്നത് 368ൻ്റെ പരിധിയിൽ വരുന്നതല്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത്രയും നിങ്ങൾ പഠിച്ചത് ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഓപ്ഷനിൽ നിന്ന് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനാ ഭേദഗതി കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അവിടുന്ന് വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അയർലൻഡിൽ നിന്ന് കടം വാങ്ങിയ 3 കാര്യങ്ങളും കൂടി ഓർക്കണം. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതി. എവിടുന്ന് കടം വാങ്ങി? അയർലൻഡിൽ നിന്ന് കടം വാങ്ങി. ഇനി നോക്കൂ, ബി ഓപ്ഷൻ. ബ്രിട്ടനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം വാങ്ങിയത്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം വാങ്ങിയത് എവിടെയെന്ന് ചോദിച്ചാൽ പറയേണ്ടത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന്. ഏത് രാജ്യത്ത് നിന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. ഒരു 10 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർക്കണം. പാർലമെൻ്ററി സമ്പ്രദായം, ദ്വിമണ്ഡല സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അഥവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, ഏക പൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, റിട്ടുകൾ, CAG എന്ന പദവി, സ്പീക്കർ എക്സെട്ര പഠിക്കണം. നിർബന്ധമായിട്ട് അതിൽ നിന്നൊരു പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം അത്. ഇനി USA നിന്ന് കടം വാങ്ങിയത്, അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓപ്ഷനിൽ കിടക്കുന്നതല്ലേ. USA അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയത് ആമുഖം, മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, ഉപരാഷ്ട്രപതിയുടെ ധർമ്മങ്ങൾ എക്സെട്ര. അപ്പോൾ ഈ 1ാമത്തെ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3-4 ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഈ മറ്റ് 3 രാഷ്ട്രങ്ങളിൽ നിന്നും കടം വാങ്ങിയ പ്രധാനപ്പെട്ട ആശയങ്ങളെക്കുറിച്ചും ഞാൻ ഈ ചോദ്യത്തിൽ വിവരിച്ചു. ക്ലിയറായി എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം.
ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതാണ് നോക്കാം നമുക്ക്. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ശരിയല്ലേ? ഒന്നാമത്തെ ജോഡി ശരിയാണ്. 42ാം ഭേദഗതി തന്നെയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലഘു ഭരണഘടന, ചെറു ഭരണഘടന എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആ 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നോക്കൂ, 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം വളരെ കറക്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആ ഷെഡ്യൂൾ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 10ാം ഷെഡ്യൂളാണ്. പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ 10ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52ാം ഭേദഗതി. 10ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ. കൂറുമാറ്റമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ശേഷം ആ പാർട്ടിയുടെ അംഗത്വം രാജിവെക്കുമ്പോൾ കൂറുമാറ്റമാണ്. പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്താൽ കൂറുമാറ്റമാണ്. സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചാൽ കൂറുമാറ്റമാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം 6 മാസ കാലാവധിക്ക് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചാൽ അതും കൂറുമാറ്റമാണ്. അതൊക്കെ ഒന്ന് ഓർത്തോളൂ. റിവൈസ് ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ഡെപ്തിലേക്ക് ഒന്ന് പോകൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ആഴത്തിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു പോവുക. അപ്പോൾ അത് കറക്റ്റാണ്. 73ാം ഭേദഗതി നഗരപാലികാ ബിൽ തെറ്റല്ലേ? 73ാം ഭേദഗതി ശരിക്ക് യോജിക്കുന്നത് ഇതല്ലേ? പഞ്ചായത്ത് രാജല്ലേ? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിനല്ലേ 73ാം ഭേദഗതി എന്ന് പറയുന്നത്? ഇനി 74ാം ഭേദഗതി പഞ്ചായത്ത് രാജ് എന്ന് കുറിച്ചിരിക്കുന്നു, തെറ്റല്ലേ? അതല്ലേ നഗരപാലികാ ബില്ലായി വരുന്നത്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി. അപ്പോൾ ഇത് രണ്ടും തെറ്റായ ജോഡിയാണ്. ശരി ജോഡികൾ ഈ 1ഉം 2ഉമാണ്. ഓപ്ഷൻ ഉണ്ടോ? ഡി ഓപ്ഷൻ ദാ കിടപ്പുണ്ട്, 1ഉം 2ഉമാണ്. ക്ലിയർ അല്ലേ? സിമ്പിളല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോളൂ. ഇത് 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം, അതെല്ലാം നമ്മൾ ഓടിച്ച് ഞാനൊന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് എന്താണ് നെക്സ്റ്റ് ചോദ്യം? വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ മുമ്പൊരു ചോദ്യത്തിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം. 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 104ാം ഭേദഗതി 2020. മറ്റൊരു ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. 101ാം ഭേദഗതി 2016 എന്താ? GST നടപ്പിലാക്കിയ ഭേദഗതിയാണ്. 103ാം ഭേദഗതി EWS സംവരണം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതാണ് 103ാം ഭേദഗതി. 102ാം ഭേദഗതി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിന്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതാണ് 2018 102ാം ഭേദഗതി. മറ്റൊരു ചോദ്യത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? നോക്കൂ, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. അപ്പം നമ്മുടെ കുഴപ്പിക്കരുത്, ഇത് നോക്കൂ, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. എന്താണ് നമ്മുടെ കീവേഡ്? നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്തത്, ശരിയല്ലാത്ത പ്രസ്താവന ഏത് നോക്കാം നമുക്ക്. ഭേദഗതി ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്, തെറ്റല്ലേ? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു. വേറെ ആർക്കും അധികാരമില്ല. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്ക്? ഓപ്ഷൻ കൊടുത്തിരുന്നു, രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിക്ക്, ജനങ്ങൾക്ക്, പാർലമെന്റിന്. പലരും ചോദിച്ചു അന്ന്, എന്താണ് രാഷ്ട്രപതി ഭരണഘടനാ തലവനല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഭേദഗതി ചെയ്തുകൂടെ എന്തെങ്കിലും കാര്യം? തൊടാനുള്ള അവകാശമില്ല ഭരണഘടനയിൽ ഒരു അക്ഷരത്തിൽ. അപ്പം ചിലർ ചോദിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനല്ലേ, ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ സുപ്രീം കോടതി? സുപ്രീം കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഭേദഗതി ചെയ്തുകൂടെ? ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചില ആളുകൾ പറയുന്നു, ജനാധിപത്യത്തിൻ്റെ കിങ് എന്നറിയപ്പെടുന്നത് ജനങ്ങളല്ലേ, രാജാക്കന്മാർ, അവർക്കൊന്ന് ഭേദഗതി ചെയ്യാൻ പറ്റില്ലേ?
തൊടാനുള്ള അവകാശമില്ല ഭരണഘടനയിലെ ഒരക്ഷരത്തിൽ പോലും. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പാർലമെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ പോയിന്റ് തെറ്റാണ്. അടുത്ത പോയിന്റ് നോക്കൂ, ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞതാണ്, നിർബന്ധമായി അറിഞ്ഞിരിക്കണം. 3 മാർഗങ്ങളിലൂടെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റിൽ അല്ലെങ്കിൽ സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ. രണ്ടാമത്തെ മാർഗം ഒന്ന് ശ്രദ്ധിക്കുക, പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഓരോ സഭയിലും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ 2/3 ഭൂരിപക്ഷം പോരാ, 2/3 ഭൂരിപക്ഷവും സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50% എങ്കിലേ സിമ്പിൾ മെജോറിറ്റി ആവുള്ളൂ. അടുത്തത് നോക്കൂ, സ്പെഷ്യൽ മെജോറിറ്റി ആവുള്ളൂ. സിമ്പിൾ മെജോറിറ്റി അല്ല, സ്പെഷ്യൽ മെജോറിറ്റി ആവുകയുള്ളൂ. അടുത്ത നോക്കൂ, മൂന്നാമത്തെ മാർഗം പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സവിശേഷ ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ പകുതി പിന്തുണയും. പാർലമെൻറ്റിലെ സവിശേഷ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50% കൂടുതലും ഉണ്ടായിരിക്കണം. ഇതുപോരാ, അതുകൊണ്ടാകണം നമ്മുടെ മൊത്തം സംസ്ഥാനങ്ങളുടെ പകുതിയെങ്കിലും പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കണം. മൂന്നാമത്തെ മാർഗം. ഇതിൽ ആദ്യത്തെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് ഭേദഗതി ചെയ്യുന്ന കാര്യമാണ് 368 വകുപ്പിൻ്റെ പരിധിയിൽ വരാത്തത്. ബാക്കിയെല്ലാം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന 368 വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതാണ് ബാക്കി 2 കാര്യങ്ങളും. ഓർത്തോളൂ. അപ്പം ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ട്. കറക്റ്റാണ്. ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങി അല്ല, നമ്മൾ നേരത്തെ പഠിച്ചു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നല്ലേ കടം വാങ്ങിയത് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഈ പോയിന്റും തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തത്. അപ്പോൾ ഇത് വേണം, രണ്ടാമത്തതും വേണം. രണ്ടാമത്തെ വേണ്ട, രണ്ടാമത്തെ ശരിയാണ്. 3 മാർഗങ്ങളിലൂടെ ഭേദഗതി ചെയ്യുന്നു. മൂന്നാമത്തെ വേണം, തെറ്റാണ്. ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങി, തെറ്റാണ്. നാലാമത്തെ നോക്കാം, ഭരണഘടനയിലെ ഭാഗം 18 പ്രതിപാദിക്കുന്നു. അല്ല 18 ഭാഗത്ത് പ്രതിപാദിക്കുന്ന എന്താണ്? അടിയന്തരാവസ്ഥയാണ്. 18 നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഗം 20 ഭരണഘടനാ ഭേദഗതികൾ പ്രതിപാദിക്കുന്നത്. അപ്പം 18 പ്രതിപാദിക്കുന്നത് എമർജൻസി, അടിയന്തരാവസ്ഥ, എമർജൻസി പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തത്, തെറ്റാണ്. അപ്പോൾ 1 വേണം, നമുക്ക് 3 വേണം, 4 വേണം. അപ്പോൾ 1, 3, 4, 1, 3, 4 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, സി ഓപ്ഷൻ. ഉത്തരം അതാണ് ശരി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെയും ശരിയായ ജോഡിയാണ് കണ്ടെത്താനുള്ളത്. ഭരണഘടനാ ഭേദഗതി 368. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആർട്ടിക്കിൾ 368 അല്ലേ? ശരി ജോഡിയല്ലേ? അടുത്ത നോക്കൂ, 1-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ 1-ാം ഭേദഗതി 1951 51 1-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ 9-ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയതാണ്. 9-ാം പട്ടികയിൽ പറയുന്നത് ഇത് തന്നെയാണ്, ഭൂപരിഷ്കരണം തന്നെയാണ്. അപ്പൊ അതും ശരിയാണ്. 1-ാം ഭേദഗതിയിലൂടെ ഭൂപരിഷ്കരണം 1951 1-ാം ഭേദഗതിയിലൂടെ 9-ാം ഷെഡ്യൂൾ ഭരണഘടന ഉൾപ്പെടുത്തുന്നു. 9-ാം ഷെഡ്യൂളിൽ എന്ത് പറയുന്നു? ഭൂപരിഷ്കരണം പറയുന്നു. 7-ാം ഭേദഗതി സിന്ധി ഭാഷ, തെറ്റാണ്. കറക്റ്റ് ജോഡിയല്ല. സിന്ധി ഭാഷ ഉൾപ്പെടുത്തിയത് 7-ാം ഭേദഗതിയിലൂടെ അല്ല, 21-ാം ഭേദഗതി 1967 1967 21-ാം ഭേദഗതിയിലൂടെയാണ് സിന്ധി ഭാഷ ഇന്ത്യൻ ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്. 8-ാം ഷെഡ്യൂളിലാണല്ലോ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് 21. അപ്പോൾ ഇത് കറക്റ്റ് ജോഡിയല്ല. 21-ാം ഭേദഗതി സംസ്ഥാന പുനഃസംഘടനാ നിയമം, തെറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സംസ്ഥാന പുനഃസംഘടനാ നിയമം 7-ാം ഭേദഗതിയിലൂടെയാണ്. 1956 7-ാം ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ 2 തെറ്റ്, 2 ശരി. 1ഉം 2ഉം ശരി. നമുക്ക് ശരിയായ ജോഡികളാണ് വേണ്ടത്. അപ്പോൾ 1ഉം 2ഉമാണ് നമ്മുടെ ആൻസർ. ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? യെസ്. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കൂ.
കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി അഥവാ ഭേദഗതികളേവ. ആൻറ്റി ഡിഫെക്ഷൻ ലോ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഭേദഗതിയേ ഉള്ളൂ, അത് 52-ാം ഭേദഗതി. 1985 52-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം 10ാം ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുത്തിയത്. ആ 10ാം ഷെഡ്യൂളിനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 52-ാം ഭേദഗതി, കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയത്. എല്ലാവരും എഴുതി വയ്ക്കും, ഇവിടെ ചിലപ്പോൾ 3 മാത്രമെന്ന് കിടക്കുന്നത് എഴുതി വയ്ക്കും. തെറ്റാണ്. കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭേദഗതിയും കൂടെ ഇവിടെ കിടപ്പുണ്ട്. കിടപ്പുണ്ട് 91. അപ്പോൾ ഇത് രണ്ടും ആൻസറായി വരും. 91-ൽ എന്താ പറയുന്നത്? വാസ്തവത്തിൽ 91-ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത് നിങ്ങൾക്കറിയാം, കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻട്രൽ ക്യാബിനറ്റ് ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി ഹൗസ് അല്ലെങ്കിൽ ലോക്സഭ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ആ 91-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഭേദഗതിയാണ്. കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയത് 52-എങ്കിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ സ്ട്രെങ്തൻ ചെയ്യുന്ന, ശക്തിപ്പെടുത്തുന്ന ഭേദഗതിയായി പറയുന്നത് 2003-ലെ 91-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത് രണ്ടും കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ ഭേദഗതി. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് 1985. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? 10ാം ഷെഡ്യൂൾ. ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. 85-ലാണ് രാജീവ് ഗാന്ധി. കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഗ്യാനി സെയിൽ സിംഗ്. അങ്ങനെയൊക്കെ പഠിച്ചോളൂ നിങ്ങൾ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇത് രണ്ടും കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചോദിച്ചാൽ, അല്ല കൂറുമാറ്റം നടപ്പിലാക്കിയ ഭേദഗതിയെ നല്ല ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 52 3 മാത്രമെന്ന് പറയാമായിരുന്നു. അപ്പോഴിവിടെ 3 4 ഉത്തരം. അങ്ങനെ ഉണ്ടോ? ബി ഓപ്ഷൻ 3 4 ഇതിൻ്റെ ആൻസറായി വരുന്നത്. ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇവിടെ ഡി ഓപ്ഷനാണ് ഉത്തരം. പാർലമെന്റിന് മാത്രമേ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്ലിയറായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പാർലമെന്റിലെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. എനിക്കൊരു സംശയം, അത് നിങ്ങൾക്ക് വ്യക്തമായോ എന്ന്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താം. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് 3 മാർഗങ്ങളുണ്ടെന്നല്ലേ നമ്മൾ പഠിച്ചത്? 3 മാർഗങ്ങൾ. അതിൽ ആദ്യത്തെ മാർഗം എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? പാർലമെന്റിലെ ഇരുസഭകളിലെയും കേവല ഭൂരിപക്ഷം. പാർലമെന്റിലെ ഇരുസഭകളിലെയും കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 50% കൂടുതൽ. More than 50% of the members presenting in the house and voting. അവിടെ നിങ്ങൾ അടിവര ഇടേണ്ട 2 വാക്കുകളുണ്ട്, പ്രസൻറ്റിങ് ആൻഡ് വോട്ടിംഗ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. പലർക്കും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ശരിക്കു പറഞ്ഞാൽ ഇപ്പം 543 അംഗങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുക, 543 അംഗമുള്ള ലോകസഭ കൂടിയപ്പോൾ, സമ്മേളനം കൂടിയപ്പോൾ അതിൽ 500 പേരെ പങ്കെടുത്തുള്ളൂ, 500 പേരെ വന്നുള്ളൂ. അതിനർത്ഥം എന്താണ്? 43 പേര് ആബ്സെൻ്റ് ആണല്ലോ. 500 പേര് പങ്കെടുക്കുന്നു.
ഈ 500 പേരുടെ 50% കൂടുതലാണോ കേവല ഭൂരിപക്ഷം? അല്ല, പങ്കെടുത്തവർ മാത്രമല്ല, പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരാണ്. ഈ 500 പേര് പങ്കെടുത്തു, ഒരു വോട്ടിംഗ് വന്നപ്പോൾ 400 പേര് മാത്രമേ ആ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പം പങ്കെടുത്ത് വോട്ട് ചെയ്തവരെത്ര? 400 പേര്. അതിൻ്റെ 50% കൂടുതലാണ്. അതിൻ്റെ 50% എത്ര കിട്ടും? 200 ആണല്ലോ. ഈ 200 പേര് മതിയോ? പോരാ. അപ്പോൾ 50% ആയുള്ളൂ. 50% കൂടുതൽ, ഒരാളെങ്കിലും കൂടുതൽ വേണ്ടേ? അപ്പോൾ 201 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. ചിലർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സാമ്പിളിലൂടെ വ്യക്തമാക്കിയതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ 50% കൂടുതൽ ഈ പിന്തുണയുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ ചില ഭാഗങ്ങൾ ഭേദഗതിയാം. കാരണം എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ്. ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. സർട്ടൺ പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഈസിലി അമെൻഡഡ് ബൈ സിമ്പിൾ മെജോറിറ്റി. അതുകൊണ്ടാണ് അതിന് അയവുള്ളതെന്ന് പറയുന്നത്. ബട്ട് സർട്ടൺ അതർ പ്രൊവിഷൻസ് ക്യാൻ ബി അമെൻഡഡ് വിത്ത് ഡിഫിക്കൽട്ട് പ്രൊസീജിയർ. സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഭേദഗതിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റിജിഡുമാണ്. അപ്പം റിജിഡുമാണ്, ഫ്ലെക്സിബിളുമാണ്. എന്നാൽ ഇറ്റ് ഈസ് നൈദർ വെരി ഫ്ലെക്സിബിൾ നോർ വെരി റിജിഡ്. പാർട്ടിലി ഫ്ലെക്സിബിൾ ആൻഡ് പാർട്ടിലി റിജിഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു മാർഗം നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത മാർഗം, പാർലമെൻറ്റിലെ ഇരുസഭകളിലും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ സവിശേഷ ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് 2/3 ഭൂരിപക്ഷമാണ്. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവർ, നേരത്തെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ 400 ലോക്സഭയുടെ കാര്യത്തിൽ, ഇതിലെ 2/3 ഭൂരിപക്ഷം പോരാ. ആ 2/3 ഭൂരിപക്ഷം ഉണ്ടാകണം. ആ സഭയിലെ, ലോകസഭയാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, ആ സഭയിലെ മൊത്തം അംഗങ്ങളുടെ പകുതി കൂടുതൽ പിന്തുണയ്ക്കുകയും വേണം. സഭയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50% കൂടുതൽ ഉണ്ടെങ്കിലേ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടാമത്തെ മാർഗം. ചില കാര്യങ്ങൾ ഇങ്ങനെ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ചില ചോദ്യങ്ങളിൽ വരുന്നുണ്ട് പുറകെ, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇനി നോക്കൂ അടുത്തത്, മൂന്നാമത്തെ മാർഗം. രണ്ടാമത് പറഞ്ഞ മാർഗം അതേപടി ഓർക്കുക. അതായത് പാർലമെൻറ്റിലെ ഓരോ സഭയിലും പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ സവിശേഷ ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ പകുതി പിന്തുണയും വേണം. ഇങ്ങനെ നോക്കൂ, സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയ ഒരു ബില്ല് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുക്കും. ചില പ്രത്യേക വിഷയങ്ങൾ സംസ്ഥാനങ്ങൾ, നിങ്ങൾക്കറിയാലോ, മൊത്തം സംസ്ഥാനങ്ങളുള്ളതിൽ പകുതിയെങ്കിലും ഈ ബില്ലിന് പിന്തുണയ്ക്കണം. അതിന് ഏത് മെജോറിറ്റിയാണ് വേണ്ടത്? അതാത് നിയമസഭകളിലെ കേവല ഭൂരിപക്ഷം മതി. അവിടെ 50% കൂടുതൽ ഇതിനെ പിന്തുണച്ചാൽ മതി. അങ്ങനെ പകുതി സംസ്ഥാനങ്ങളും പിന്തുണച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതാണ് 3 മാർഗങ്ങൾ. ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം. പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ വലിയ സങ്കീർണമായ നടപടികളില്ല. പാർലമെൻറ്റിലെ കേവല ഭൂരിപക്ഷം മതി. ഓരോ സഭയും 50% കൂടുതൽ പിന്തുണച്ചാൽ അവിടെ തീരുമാനമെടുക്കാം. സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തൽ കേവല ഭൂരിപക്ഷം മതി. എന്താണ്? ചേഞ്ചിങ് ദി നെയിം ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണം. മാറ്റിയിട്ടുണ്ടല്ലോ നമ്മൾ. ഒറീസ എന്താണ് ഇപ്പോൾ ഒഡിയ ആയി അല്ലേ? ശരിക്ക് നമ്മൾ അങ്ങനെയൊക്കെ പേരുകൾ മാറ്റാറുണ്ടല്ലോ, പല പേരുകൾ. അങ്ങനെ നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങൾ, ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളുടെ പേരോ ഭാഷയോ, ഭാഷയുടെ പേരോ, സംസ്ഥാനങ്ങളുടെ പേരോ, സംസ്ഥാനങ്ങളുടെ അതിർത്തിയോ, ഇതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ മനസ്സിലാകുന്നുണ്ടല്ലോ, എന്ത് മതി? അത് കേവല ഭൂരിപക്ഷം മതി. അപ്പോൾ ഇതും കേവല ഭൂരിപക്ഷം മതി. അടുത്ത നോക്കൂ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിവിടെ നിന്ന് നിൽക്കൂല. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അവസാനം പറഞ്ഞ മാർഗം, പാർലമെൻറ്റിലെ ഓരോ സഭയിലെയും സവിശേഷ ഭൂരിപക്ഷവും
പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. അപ്പം കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ഞാൻ വരുത്തുമോ ഇത്? അപ്പോൾ ഈ പോയിൻ്റ് ബാധകമല്ല. ഈ പോയിൻ്റ് ഒരിക്കലും നമുക്ക് കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതിയാൻ കഴിയുന്ന കാര്യമല്ല ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിലെ സവിശേഷ ഭൂരിപക്ഷവും വേണം, പ്ലസ് സംസ്ഥാനങ്ങളുടെ പകുതി പിന്തുണയും വേണം. ഇനി മൗലികാവകാശങ്ങളുടെ ഭേദഗതി, അത് രണ്ടാമത് പറഞ്ഞ മാർഗം. പാർലമെൻറ്റിലെ സവിശേഷ ഭൂരിപക്ഷം കൊണ്ട് മാത്രമേ മൗലികാവകാശങ്ങളുടെ ഭേദഗതി, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതിയൊക്കെ വരുത്തണമെങ്കിൽ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെൻറ്റ്, നമ്മുടെ സംസ്ഥാനങ്ങളുടെ പിന്തുണയൊന്നും വേണ്ട, പക്ഷേ പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷവും വേണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പം നമുക്കിവിടെ ആൻസറായി വരുന്നത് 1ഉം 2ഉമാണ്. ഉണ്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ? ഉണ്ടല്ലോ, സി ഓപ്ഷൻ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയോ? അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. നോക്കാം. നെക്സ്റ്റ് ചോദ്യം എന്താണ് നോക്കാം. ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി. ദി വിച്ച് അമെൻമെൻറ്റ് ആക്ട് ലോവേർഡ് വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years. ഒരു സംശയവും വേണ്ട, 61ാം ഭേദഗതി 1989 61ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ചത്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ പറയുന്ന ഭേദഗതികൾ കൂടി നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. എന്താണ് ഈ 69ാം ഭേദഗതി? വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണത്. എന്താ 69ാം ഭേദഗതി? 1991 69ാം ഭേദഗതി, അതായത് ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിക്ക് തലസ്ഥാന നഗര പദവി നൽകിയ ഭേദഗതിയാണ്. നോക്കൂ, 69th Amendment Act provided special status to the Union Territory of Delhi by designating it as capital territory. ഒരു കേന്ദ്രഭരണ പ്രദേശമായി ഡൽഹിക്ക് തലസ്ഥാന നഗര പദവി നൽകിയ ഭേദഗതി 1991 69ാം ഭരണഘടനാ ഭേദഗതി. അങ്ങനെയാണെങ്കിൽ 1992 70ാം ഭേദഗതിയും കൂടെ ഒന്ന് പറഞ്ഞോളൂ. 70ാം ഭേദഗതി നിങ്ങൾക്കറിയാം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ടറൽ കോളേജല്ലേ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടാനുള്ള അവകാശമില്ല. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അംഗങ്ങൾ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അംഗങ്ങൾക്ക് പറ്റുമല്ലോ. സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇപ്പം 3 സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ. ഏതൊക്കെ? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. മുമ്പ് ജമ്മു കാശ്മീർ ഇല്ലായിരുന്നു. അതുകൊണ്ട് 70ാം ഭേദഗതിയിൽ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ അംഗങ്ങളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 70ാം ഭേദഗതി. നോക്കൂ, 70th Amendment Act provided for the inclusion of members of legislative assemblies of Delhi and Puducherry in the electoral college for presidential election. ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ അംഗങ്ങളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 70ാം ഭേദഗതി 1992. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം നമുക്ക്. 71 എന്തായിരുന്നു? 71ാം ഭേദഗതി 1992 1992 71ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ 3 ഭാഷകൾ ഉൾപ്പെടുത്തിയത്. കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. ആ നേപ്പാളി ഭാഷ ഉൾപ്പെടുത്തി. കൊങ്കിണി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ലിപികളില്ലാത്ത ഇന്ത്യൻ ഭാഷയാണ്. ലിപികളില്ലാത്ത ഒരു ഇന്ത്യൻ ഭാഷയാണ് കൊങ്കിണി ഭാഷ. അപ്പോൾ കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ ഭാഷകളിൽ ഉൾപ്പെടുത്തിയത് 71ാം ഭേദഗതി 1992. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭേദഗതി.
PSCക്ക് പഠിച്ച് തുടങ്ങുന്ന ഒരാൾ പോലും ഉത്തരം പറയുന്ന ചോദ്യമാണത്. പക്ഷെ എന്തിനാണ് ഞാൻ അത്രയും സിമ്പിളായിട്ടൊരു ചോദ്യം ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യനാണിത്. നിരന്തരം ചോദിച്ചിരുന്നിട്ടും PSCക്ക് മടുക്കാത്തൊരു ചോദ്യമാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി ഏത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം 1978 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി ശ്രദ്ധിക്കണം, സ്വത്തവകാശത്തെ ഒഴിവാക്കി. അപ്പോൾ ഏത് ആർട്ടിക്കിളിനെയാണ് ഒഴിവാക്കിയത്? ആർട്ടിക്കിൾ 31 സ്വത്തവകാശം. മറ്റൊരു ആർട്ടിക്കിളും കൂടി ഒഴിവാക്കി, ആർട്ടിക്കിൾ 19(1)(f). അതെന്താണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31, റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 19(1)(f). ഇത് രണ്ടും ഒഴിവാക്കി. എന്നിട്ട് 44-ാം ഭേദഗതി വേറൊരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തി, ആർട്ടിക്കിൾ 300A, റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ 2 ആർട്ടിക്കിൾ ഒഴിവാക്കുകയും മറ്റൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് 44-ാം ഭേദഗതിയിലൂടെ. ഇതൊരു ഡിഗ്രി ലെവലിന് അടുത്ത കാലത്ത് ചോദിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയ ഭേദഗതി ഏത്? 44-ാം ഭേദഗതി 1978. ഇനി ഈ അടുത്ത കാലത്ത് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? അതും ചോദിച്ചതാണ്. അതാരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. മറക്കരുതേ, ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് മിനിസ്റ്ററിയുടെ കാലത്താണ് ഈ ഭേദഗതികളൊക്കെ വരുന്നത്, അല്ലേ? ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഇനി ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ? ഇനി 41-ാം ഭേദഗതി ഇത് അവിടെ കിടപ്പുണ്ട്. അതും 1976 തന്നെയാണ്. 42-ാം ഭേദഗതിയും 1976 തന്നെ. 42-ാം ഭേദഗതി ഇനി ഞാൻ പറയുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കുന്ന 1976 ഭേദഗതി. അതിനെക്കുറിച്ച് പറയുന്നില്ല. 41 കൂടെ നിങ്ങൾ പഠിക്കണം. 41-ാം ഭേദഗതി 1976 ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും, ശ്രദ്ധിക്കുക, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്നും 62 വയസ്സായി ഉയർത്തിയ ഭേദഗതിയാണ് 41-ാം ഭരണഘടനാ ഭേദഗതി 1971. UPSCയുടെ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം നിങ്ങൾക്കറിയാം 65 വയസ്സാണ്. എന്നാൽ സംസ്ഥാന PSCയിലെ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 62ആണ്. സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ വിരമിക്കൽ പ്രായവും 62ആണ്. പക്ഷേ ഈ 60 ഇവരുടെ രണ്ടുപേരുടെയും, നമ്മുടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും അംഗങ്ങളുടെ വിരമിക്കൽ പ്രായം 60. ആ 60-ൽ നിന്നും 62 വയസ്സായി ഉയർത്തിയത് 1976 41-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കാം. അടുത്ത ചോദ്യത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി എല്ലാവർക്കും അറിയാം. ആമുഖം നാളിതുവരെ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42-ാം ഭേദഗതിയിലൂടെയാണ് 1976. അത് എല്ലാവർക്കും അറിയാം. ആമുഖത്തിൽ 42-ാം ഭേദഗതി 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ? സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇൻ്റഗ്രിറ്റി. അങ്ങനെ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആമുഖത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഒരു ഭരണഘടനാ ഭേദഗതിയെ ഉണ്ടായിട്ടുള്ളൂ. അത് 42-ാം ഭേദഗതിയാണ്. 44, 52 ഒക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ 86-ാം ഭേദഗതി നിർബന്ധമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 86-ാം ഭേദഗതി എന്ന് പറയുന്നത് 2002-ലാണ്. 86-ാം ഭേദഗതിക്ക് ഡബിൾ ഇഫക്റ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതായത് നോക്കാം, 86-ാം ഭേദഗതിയുടെ ഡബിൾ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 21A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ
ആർട്ടിക്കിൾ 51A കെയും ഉൾപ്പെടുത്തിയത് 86 ഭേദഗതിയിലൂടെയാണ്. ഇത് നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2002 86 ഭേദഗതിയിലൂടെ 21A എന്ന ആർട്ടിക്കിൾ മൗലികാവകാശങ്ങളിലും 51A കെ എന്ന ആർട്ടിക്കിൾ മൗലിക കടമകളിലും ഉൾപ്പെടുത്തി. അത് രണ്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. 21A എന്ന ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതാണ് 21A എന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 21A ഗ്യാരണ്ടീസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ദി ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. എന്നാൽ 51A 11ാമത്തെ മൗലിക കടമ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് പാരൻസ് ടു ഗീവ് എഡ്യൂക്കേഷൻ ടു ദർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 and 14 years. 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കി കൊടുക്കാൻ രക്ഷകർത്താക്കൾക്ക് കടമയുണ്ട് എന്ന് പറയുന്നതാണ് 86. നിർബന്ധമായും നിങ്ങളത് പഠിച്ചിരിക്കണം. ഇനി നോക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാർലമെന്റിലെ ഇരു സഭകളിലെയും സവിശേഷ ഭൂരിപക്ഷത്തിൽ പാസാക്കേണ്ട ബില്ലേത്? പാർലമെന്റിലെ ഇരു സഭകളിലെയും സവിശേഷ ഭൂരിപക്ഷത്തിൽ പാസാക്കേണ്ട ബില്ല് ഓർഡിനറി ബില്ലാണോ? അല്ല. ഓർഡിനറി ബില്ല് പാർലമെന്റിലെ ഇരു സഭകളിലെയും കേവല ഭൂരിപക്ഷം കൊണ്ട് പാസാക്കാം. ഫിനാൻഷ്യൽ ബില്ലോ അതും അങ്ങനെ തന്നെ പാർലമെന്റിലെ ഇരു സഭകളിലെയും കേവല ഭൂരിപക്ഷം കൊണ്ട് പാസാക്കാം. മണി ബില്ല് നിങ്ങൾക്കറിയാം, അത് ലോകസഭ പാസാക്കിയാൽ മതി. എന്നാൽ പാർലമെന്റിലെ ഇരു സഭകളിലും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കേണ്ട ഒരു ബില്ലുണ്ട്. ആ ബില്ലിൻ്റെ പേര് ഭരണഘടനാ ഭേദഗതി ബില്ല്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്, ഭരണഘടനാ ഭേദഗതി ബില്ല്. പാർലമെന്റിലെ ഇരു സഭകളിലെയും കേവല ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം നിർബന്ധമായി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്റിലെ ഇരു സഭകളിലെയും 3/2 ഭൂരിപക്ഷത്തിൽ പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ബില്ല് രാഷ്ട്രപതിയുടെ മുമ്പിലെത്തിയാൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം എന്ന ഒരു വ്യവസ്ഥ 24ാം ഭേദഗതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതും മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കാം നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? സഹകരണ സംഘങ്ങളുടെ രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ എന്ന് പറയുന്നത് ഏത് അമെൻമെൻറ്റിലൂടെയാണ് സഹകരണ സംഘങ്ങൾ ഭരണഘടനാ പദവിയിലേക്ക് വന്നത്? ഒരു സംശയവും വേണ്ട, 97ാം ഭേദഗതി 2011. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ. സഹകരണ സംഘങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 97ാം ഭേദഗതി 2011. ആ 97ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഏതു ഭാഗമാണ് ഉൾപ്പെട്ടത്? അതായത് സഹകരണ സംഘങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 9B. 9 പഞ്ചായത്തി രാജ്, 9A നഗരപാലിക ബിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട്, 9B കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘങ്ങൾ. സഹകരണ സംഘങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമേത്? അഥവാ 97ാം ഭേദഗതിയിലൂടെ ഭരണഘടന ഉൾപ്പെടുത്തിയ അനുച്ഛേദമേത്? ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇവിടെ ഒരു ചോദ്യവും കൂടി പഠിക്കുമ്പോഴേ ഇത് പൂർണ്ണമാകുള്ളൂ. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നത് പൗരൻ്റെ മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. അതായത് ഇതൊരു മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുക എന്നത് പൗരൻ്റെ മൗലികാവകാശമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 19(1)C ആണ്. 19(1)C എന്താണ് പറയുന്നത്? റൈറ്റ് ടു ഓർഗനൈസ് അസോസിയേഷൻസ് ഓർ യൂണിയൻ, സംഘടനകൾ രൂപീകരിക്കാനുള്ള പൗരൻ്റെ അവകാശം, അത് മൗലികാവകാശമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൽപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ പൗരന് മൗലികാവകാശം ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 19(1)C. കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെട്ട ഭരണഘടനാ ഭാഗം 9B. കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 43B. കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 97ാം ഭേദഗതി 2011. ക്ലിയറായോ?
ഇനി ഇവിടെ ഏതെങ്കിലും ഭേദഗതിയിൽ നമുക്ക് ഓപ്ഷനിലേക്ക് നമുക്കൊന്ന് കടക്കാം. 24 നമ്മൾ പറഞ്ഞു, 24-ാം ഭേദഗതിയിൽ 2 പോയിന്റുകളാണുള്ളത്. ഒന്ന് നമ്മളിപ്പം പല പ്രാവശ്യം പറഞ്ഞു, ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. രണ്ടാമത്തതും അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ 2 പോയിന്റ് ഓർക്കണം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പ്രതിപാദിക്കുന്നത് 24-ാം ഭേദഗതി 1971. ഇനി നോക്കൂ, 92-ാം ഭേദഗതി 2003-ലെ 92-ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 4 ഭാഷകൾ ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയാണ്? മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി. മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി എന്നീ 4 ഭാഷകൾ ഉൾപ്പെടുത്തിയത് 92-ാം ഭേദഗതിയിലൂടെ 2003. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ 8-ാം ഷെഡ്യൂളിൽ. 21-ാം ഭേദഗതിയിലൂടെ സിന്ധി ഭാഷ ഉൾപ്പെടുത്തി, 15ആയി. 71-ാം ഭേദഗതിയിലൂടെ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി 3 ഭാഷകൾ ഉൾപ്പെടുത്തി. 92-ാം ഭേദഗതിയിലൂടെ 4 ഭാഷകൾ മൈഥിലി, സന്താളി, ബോഡോ, ദോഗ്രി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. അപ്പം നിലവിൽ 8-ാം ഷെഡ്യൂളിൽ 22 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഓക്കെ ആയില്ലേ? ഇനി ഇതാ ഒരൊറ്റ ഭേദഗതിയും കൂടെ ഉള്ളൂ, 99-ാം ഭേദഗതി 2014. എന്താണതിന്? അത് സ്ഥിരം ചോദിക്കുന്നതാണ്. അതായത് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ നിലവിൽ വന്നത് 99-ാം ഭേദഗതിയിലൂടെയാണ്. നേരത്തെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്ന ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും കൊണ്ടുവന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനെ മാറ്റിയിട്ട് പകരം നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ ചെറിയ കൈകടത്തൽ അവിടെ വന്നു. അവിടെ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ. അതിനെ നിയമിച്ചത് 99-ാം ഭേദഗതിയിലൂടെയാണ്. പക്ഷേ ആ 99-ാം ഭേദഗതിയെ 2015 ആയപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കി. ജുഡീഷ്യൽ റിവ്യൂ പവറിനൊക്കെ വിധേയമാക്കിക്കൊണ്ട് ആ ഭേദഗതിയെ റദ്ദാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സുഹൃത്തുക്കളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നന്നായി പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.